ഹലോ, ഞാൻ ഡോക്ടർ ആഷ്ന, ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക്, കണ്ണൂർ, കൂത്തുപറമ്പ. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PCOD അല്ലെങ്കിൽ PCOSനെ കുറിച്ചാണ്. നമുക്കറിയാം, ഇപ്പം ഒട്ടനവധി സ്ത്രീകളും പെൺകുട്ടികളും അനുഭവിക്കുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് PCOD. അപ്പോൾ ഈ PCOD ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന ലക്ഷണമാണ് ആർത്തവ ചക്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പം ഈ ഒരു മാറ്റം കാരണം നമ്മളൊരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യും, മരുന്ന് കഴിക്കും. ആ സമയത്ത് പീരീഡ്സ് നല്ല ക്ലിയർ ആയിട്ട് റെഗുലർ ആയിട്ട് വരാൻ തുടങ്ങും. പക്ഷേ കുറേ നാളുകളുടെ ഈ മരുന്ന് യൂസേജ് കാരണം നമ്മൾ കുറച്ച് നാൾ മരുന്നൊക്കെ നിർത്തുമല്ലോ. അപ്പോൾ ഈ മരുന്ന് നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പഴയ പോലെ ഇറഗുലർ ആവാൻ തുടങ്ങും, ആർത്തവ ചക്രത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ PCOD എന്ന് പറയുന്നത് ഒരു ജീവിതശൈലി രോഗമാണ്. ഒരു അണ്ഡാശയത്തെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് PCOD എന്ന് പറയുന്നത്. നമ്മുടെ ആർത്തവ ചക്രത്തെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന സ്ത്രീ ഹോർമോൺ ആയിട്ടുള്ള ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ അണ്ഡാശയത്തിൽ വെച്ചിട്ടാണ്. അതുപോലെ മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നതും അണ്ഡാശയത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്തവ ചക്രത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് PCOD ഉണ്ടാവുന്നത്? ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ്റെ അളവ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ, നോർമൽ അളവിനേക്കാളും കൂടുതലായിട്ട് സ്ത്രീ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് നമുക്ക് പീരീഡ്സിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അതായത് ഈ ഗൊണാഡോട്രോഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വ്യതിയാനം കൊണ്ട് നമുക്ക് PCOD ഉണ്ടാവാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലുള്ള കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് PCOD ശരീരത്തിൽ വരാം. അതുപോലെ നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം കൊണ്ട് നമുക്ക് PCOD ഉണ്ടാവാം. ഈ PCOD ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൽ മെയിനായിട്ട് വരിക എന്നതാണ് ആർത്തവ ചക്രത്തിൽ ഉണ്ടാകുന്ന മാറ്റം. അതായത് ചിലവർക്ക് ആർത്തവം ഇടവിട്ട് ഒരു മാസം കഴിഞ്ഞ് നെക്സ്റ്റ് മാസം വരില്ല. അങ്ങനെ ഇടവിട്ട മാസങ്ങളിലായിട്ട് ആർത്തവം ഇങ്ങനെ തെറ്റായി വന്നുകൊണ്ടിരിക്കുക. ചിലർക്ക് കുറേ നാളുകളോളം, ചിലർക്ക് വർഷങ്ങളോളം, ചിലർക്ക് കുറേ മാസങ്ങളോളം പീരീഡ്സ് ഇല്ലാതിരിക്കുക. പിന്നെ ചിലർക്ക് പീരീഡ്സ് വരുമ്പോൾ തുടർച്ചയായിട്ടൊരു 5, 15, 20 ദിവസത്തോളം ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുക. ഇതാണ് ആർത്തവ ചക്രത്തിൽ ഉണ്ടാകുന്ന മെയിൻ ആയിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്. മറ്റു പല കാര്യങ്ങൾ എന്ന് പറയുമ്പം നമ്മുടെ ശരീരഭാരം കൂടാൻ തുടങ്ങും ചിലവരിൽ. അത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ ശരീരഭാരം കൂടാൻ തുടങ്ങും. അതുപോലെ മുഖത്തൊക്കെ കുരുക്കൾ വരാൻ തുടങ്ങും. സിവിയറായിട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാൻ തുടങ്ങും. അതുപോലെ കഴുത്ത്, കക്ഷത്തൊക്കെ നമുക്ക് കറുത്ത കളർ ഉണ്ടാവാനൊക്കെ തുടങ്ങും. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PCOD നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ കാണിക്കുന്നതായിട്ടുള്ള ലക്ഷണങ്ങൾ. PCOD 2 ടൈപ്പിലാണ് ഉണ്ടാവുന്നത്. ഓവർ വെയ്റ്റ് PCOD, ലീൻ PCOD. അതായത് PCOD ഉണ്ടാകുമ്പം ചിലർ നല്ലപോലെ തടിക്കും. അതാണ് ഓവർ വെയ്റ്റ് PCOD എന്ന് പറയുന്നത്. ചിലവർ മെലിഞ്ഞിട്ടാണ് ഉണ്ടാകുക, അതായത് നല്ല പോലെ മെലിഞ്ഞിട്ടുണ്ടാവും. ആ PCOD ആണ് ജനറ്റിക്കലി ഉണ്ടാവുന്ന PCOD. മെലിഞ്ഞിരിക്കുന്ന PCOD എപ്പോഴും ജനറ്റിക്കലി ഉണ്ടാവുന്ന PCOD ആണ്. അപ്പോൾ ശരിക്കും നമുക്ക് PCOD നമുക്ക് റിക്കവറി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് PCODക്ക് ചെയ്യാൻ പറ്റുന്നത് തെറാപ്പിയോ അല്ലെങ്കിൽ മെഡിസിനോ അല്ല, ഡയറ്റാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് PCOD നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഈ ഡയറ്റ് എന്ന് പറയുമ്പോൾ ആശയക്കുഴപ്പത്തിലാവുന്നത് ചിലരാണ്. അതായത് മെലിഞ്ഞിരിക്കുന്നവർ എപ്പോഴും ആശയക്കുഴപ്പത്തിലാകും. അതായത് മെലിഞ്ഞിരിക്കുവാണല്ലോ, ഇനി ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും മെലിയില്ലേ, അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളൊരു ആശയക്കുഴപ്പത്തിലുണ്ട്. പക്ഷേ മെലിഞ്ഞിരുന്നാലും തടിച്ചിരുന്നവരായാലും PCOD ഉള്ളവർ ഡയറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ളതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളതും ഒഴിവാക്കേണ്ടതായിട്ടുള്ളത് ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. ഈ നമ്മൾ പൊതുവേ കഴിക്കുന്ന ഭക്ഷണം ഗ്ലൂക്കോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. അപ്പം ഈ ഗ്ലൂക്കോസ് നമ്മളെ ബോഡിയിലോട്ടേക്ക് കൂടുതലായിട്ട് ചെല്ലാൻ തുടങ്ങുമ്പോഴേ അത് നമ്മൾ അതിനനുസരിച്ച് തന്നെ നമ്മളെ ബോഡിയിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നവർക്ക് കൂടുതലായിട്ടുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ നമ്മളെ ബോഡിയിൽ ഉണ്ടാവാൻ തുടങ്ങും. ഈ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ കോശങ്ങളിൽ വീക്കം ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഈ വീക്കം കാരണം നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡിയിൽ ഹോർമോണൽ ഇംബാലൻസ് തുടങ്ങും. ഈ ഹോർമോണൽ ഇംബാലൻസ് മെയിനായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ആൻഡ്രോജൻ നമ്മളെ ബോഡിയിൽ കൂടുതലായിട്ട് ഉൽപ്പാദിക്കുമ്പോഴാണ്. അവിടെയാണ് ശരിക്കും നമുക്ക് PCOD-യതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ സ്റ്റാർട്ട് ചെയ്യുക. ആർത്തവ ചക്രത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിമ്പിൾസ്, ഹെയർ ഫോള്, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ തുടങ്ങും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് നിയന്ത്രിക്കുക എന്നുള്ളതാണ് PCOD-യുടെ
ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലേക്ക് ഗ്ലൂക്കോസ് ലഭിക്കുന്നത് 2 രീതിയിലാണ്. സിമ്പിൾ കാർബോഹൈഡ്രേറ്റും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റും. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നജമാണ്. ഈ അന്നജമാണ് നമ്മൾ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈറ്റ് റൈസും അതുപോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോർ, നമ്മൾ ഈ പുട്ടിനും ദോശക്കൊക്കെ ധാന്യം പൊടിക്കില്ലേ, അപ്പോൾ അതിൻ്റെ ഫ്ലോറ്, പിന്നെ ഈ പഞ്ചസാര, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. ഇത് നമ്മളെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡൈജഷൻ നടക്കും. ഇത് പെട്ടെന്ന് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. അതേ കണക്കിന് നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ തുടങ്ങും. ഇതാണ് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്. ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് തവിടോട് കൂടിയുള്ള ധാന്യങ്ങൾ, അതായത് തവിടോട് കൂടിയുള്ള അരി, മില്ലറ്റ്സ്, ഇതൊക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. അതുപോലെ മധുരക്കിഴങ്ങ്, പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ബോഡിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് പതുക്കനെ ഡൈജഷൻ ആവുള്ളൂ. അത് പതുക്കനെ ഗ്ലൂക്കോസായി മാറും. പതുക്കനെ നമ്മളെ ബോഡിയിൽ ഇൻസുലിൻ കയറാൻ തുടങ്ങും. അപ്പം ഇതാണ് ഗ്ലൂക്കോസിൻ്റെ ഒരു പ്രോസസ്സ് നമ്മളെ ബോഡിയിൽ. അപ്പോൾ ഈ PCOD ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഗ്ലൂക്കോസ് നമ്മളെ ബോഡിയിൽ കൂടുതലായിട്ട് ഉണ്ടാവരുത്. കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാകും, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകും, പീരിയഡ്സിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ ഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരാൻ തുടങ്ങും. അപ്പോൾ ഈ PCOD ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഡയറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയിട്ടുള്ള ഡയറ്റ്. അതായത് നമ്മളെ ബോഡിയിലോട്ടേക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് ഉള്ളിലോട്ടേക്ക് ചെറിയ രീതിയിൽ എത്തിക്കുന്ന ഫുഡുകൾ മാത്രമേ നമ്മൾ ഈ PCOD ഉള്ളവർ ശ്രദ്ധിക്കാൻ പാടുള്ളൂ. കാരണം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് ബാലൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഏത് രീതിയിൽ നമുക്ക് ഡയറ്റ് ചെയ്യാം, ഏതൊക്കെ ഒഴിവാക്കണം, ഏതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒഴിവാക്കേണ്ട ഫുഡുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതായത് റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോർ, അതായത് പൊടിപ്പിച്ചിട്ടുള്ള ധാന്യങ്ങൾ നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് പെട്ടെന്ന് ഷുഗർ ആകും, പെട്ടെന്ന് ഇൻസുലിൻ ആയിട്ട് മാറും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. അപ്പം നമ്മൾ ഈ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും PCOD റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. ഈ തവിടില്ലാത്ത ധാന്യങ്ങൾ നമ്മളിപ്പോൾ കഴിക്കാൻ നിൽക്കരുത്. തവിടില്ലാത്ത ധാന്യങ്ങൾ കഴിക്കുമ്പോഴേ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. അപ്പം തവിടില്ലാത്തത് ഫുള്ളായിട്ട് നമ്മൾ കഴിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഈ പഞ്ചസാര നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മളെ ബോഡിയിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂട്ടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടും, PCOD നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ പഞ്ചസാര ഫുള്ളായിട്ട് നമ്മൾ ഒഴിവാക്കുക. പിന്നെ ഈ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് ഉണ്ടല്ലോ, ഈ സൺഫ്ലവർ ഓയിൽ, ഡാൽഡ, പാം ഓയിൽ, ഇങ്ങനത്തെ ഓയിൽസ് ഒക്കെ നമ്മൾ ഫുള്ളായിട്ട് ഒഴിവാക്കുക. പിന്നെ ഈ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈ എണ്ണയിൽ വറുത്ത് പൊരിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ നോൺ വെജ് ഒക്കെ നമ്മൾ ചിലർ നല്ലോണം പൊരിച്ചിട്ടൊക്കെ നല്ലോണം കഴിക്കും. അങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡുകളൊക്കെ നമ്മൾ തൽക്കാലത്തേക്ക് ഈ രീതിയിൽ കഴിക്കുന്നത് ഒഴിവാക്കുക. പിന്നെ ഈ പാല്, ഗോതമ്പ്, ഈ 2 ഫുഡുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുവാണെങ്കിൽ കോശങ്ങളിൽ വീക്കം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോശങ്ങളിൽ വീക്കം ഉണ്ടാകുവാണെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും, ആൻഡ്രോജൻ എന്ന് പറയുന്ന ഒരു മെയിൽ ഹോർമോൺ നമ്മുടെ ബോഡിയിൽ കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ പറയുന്ന പാലൊഴിച്ചിട്ടുള്ള ചായ, കാപ്പി അത് കഴിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ചോക്ലേറ്റ്, ഐസ്ക്രീം, പാൽപ്പൊടിയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ PCOD കൂടാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ ഗോതമ്പ് കഴിക്കുവാണെങ്കിലും ബോഡിയിൽ നീർക്കെട്ട് ഉണ്ടാക്കും. അതുപോലെ അത് നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് ഇൻടേക്ക് കൂടുതലാണ്, അതും നമുക്ക്, അതുകൊണ്ട് ഗോതമ്പ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പം ഇത്രയും ഫുഡുകളാണ് നമ്മൾ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ളത്. ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മളിനി ഉൾപ്പെടുത്തേണ്ടത്? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. അതായത് എപ്പോഴും നമ്മൾ തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉച്ചക്ക് ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ തവിടോട് കൂടിയിട്ടുള്ള അരി കഴിക്കുവാണെങ്കിൽ അത് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞവര അരി, അതൊക്കെ തവിടോട് കൂടിയുള്ളതാണ്. അതൊക്കെ കഴിക്കുന്നത് നമുക്ക് വളരെ നല്ലതാണ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറേ അധികം ബാലൻസ് ചെയ്യും. അതുപോലെ ഈ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇതൊക്കെ നമ്മൾ മുളപ്പിച്ചിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷെ അതിലും ചെറിയ തോതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇല്ലാതല്ല, അതിലും ചെറിയ തോതിലുണ്ട്. പക്ഷെ നമുക്ക് അതൊരു ചെറിയ തോതിൽ നമുക്ക് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. കഴിക്കുമ്പോഴേ നമ്മൾ മുളപ്പിച്ച രീതിയിൽ ഈ പയറ്, പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ദിവസവും നട്ട്സ് ഉൾപ്പെടുത്താം. ഈ നട്ട്സ് എന്ന് പറയുന്നത് നല്ല ഫാറ്റാണ്. നമ്മുടെ ശരീരത്തിൽ നല്ല ഫാറ്റ് ചെല്ലുമ്പോഴാണ് ശരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക്
ഈ നട്ട്സ്, ആൽമണ്ട്, ബദാംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക്, വാൾനട്ട് ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. സീഡ്സ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ് ഇങ്ങനെയുള്ള സീഡ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ തോതിൽ നമ്മൾ ദിവസവും ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇതിലൊക്കെ നമ്മുടെ ഹോർമോണൽ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. സീഡ്സ് കഴിക്കുമ്പം വളരെ ബെനിഫിറ്റ് ആണ്. അപ്പോൾ സീഡ്സ് ചെറിയ തോതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നല്ല നല്ല ഫാറ്റാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ഈ വെണ്ണയൊക്കെ നല്ല ഫാറ്റാണ്, ഗീ നല്ല ഫാറ്റാണ്, അവക്കാഡോ നല്ല ഫാറ്റാണ്, നട്ട്സ് നല്ല ഫാറ്റാണ്. ഈ നല്ല ഫാറ്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ശരീരത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ശരിക്കും ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ നല്ല ഫാറ്റ് ഉൾപ്പെടുത്തണം, നന്നായിട്ട് പ്രോട്ടീൻ. ചിക്കൻ, മീൻ, മുട്ട നമുക്ക് ചെറിയ തോതിൽ കഴിക്കുന്നത് PCODക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പം നമുക്കിപ്പോൾ പ്രോട്ടീൻ വേണം. കാരണം നമ്മൾ ഓൾറെഡി കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് പ്രോട്ടീൻ നല്ല തോതിൽ ബോഡിയിൽ വരണം. കാരണം നമ്മുടെ കോശങ്ങൾക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ്. ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ കുറയ്ക്കണമെങ്കിൽ പ്രോട്ടീൻ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യമാണ്. പ്രോട്ടീൻ ആയിട്ടുള്ള ചിക്കൻ, മീൻ, മുട്ട നമ്മൾ വറുത്ത് പൊരിച്ച് കഴിക്കാതെ കറികളായിട്ട് ചെറിയ തോതിൽ ദിവസവും നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് ശരിക്കും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് വർക്കൗട്ട്. കാരണം ഇപ്പോൾ നമ്മൾ ബോഡിയിൽ PCOD ഉള്ളത് കൊണ്ട് തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഈ കൂടുതലായിട്ടുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് വർക്കൗട്ടായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ ഈ ഗ്ലൂക്കോസ് നോർമലായിട്ട് വരാനും PCODൻ്റെ പ്രശ്നങ്ങൾ റിവേഴ്സ് ചെയ്യാനും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ കഴിയുന്നത്. അപ്പോൾ ദിവസവും നമ്മളൊരു അരമണിക്കൂറോളം ദിവസവും നമ്മൾ വർക്കൗട്ടോ അല്ലെങ്കിൽ യോഗയോ കാര്യങ്ങളോ ചെയ്യുന്നത് നമുക്ക് PCOD റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ PCOD അല്ലെങ്കിൽ PCOS നമുക്ക് ഈ കൺട്രോൾ ഇല്ലാതെ മുന്നോട്ട് ഇങ്ങനെ പോകുകയാണെങ്കിൽ അത് ഭാവിയിൽ നമുക്ക് ചിലതരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. അതിൽ മെയിനായിട്ട് വരുന്ന ഒന്നാണ് പ്രമേഹം, അതുപോലെ രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, അമിതവണ്ണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ PCOD ഉണ്ടാകുമ്പോൾ ഭാവിയിൽ ഉണ്ടാവാം. അപ്പോൾ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോഴത് സ്ട്രിക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും കല്യാണമോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാം. പക്ഷേ നെക്സ്റ്റ് ഡേ നമ്മൾ നല്ല രീതിയിൽ ഡയറ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് PCODയായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നാച്ചുറലി നമുക്ക് ഒരു മരുന്നും ഇല്ലാതെ പീരീഡ്സ് എല്ലാ മന്തും നോർമലായിട്ട് ആ കറക്റ്റ് റെഗുലർ ആയിട്ടുള്ള സൈക്കിൾ ഫോളോ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഈ PCOD വന്നവർക്ക് നമുക്കൊരു സീഡ് സൈക്കിൾ ഫോളോ ചെയ്യും. അത് നേരത്തെ ഞാൻ പറഞ്ഞു, സീഡ് നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളത്. അപ്പം നമുക്കൊരു സീഡ് സൈക്കിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഹോർമോണൽ ഇംബാലൻസ് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു ആർത്തവത്തിൻ്റെ സൈക്കിൾ ക്രമീകരണത്തിലാണ് നമ്മൾ ഈ സീഡ് സൈക്കിൾ നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അതായത് ഫസ്റ്റ് ഡേ, നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് നമ്മൾ 2 സീഡ്സ് ഉൾപ്പെടുത്തണം. അതായത് പംകിൻ സീഡും ഫ്ലാക്സ് സീഡും. രാവിലെ ഒരു ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് കഴിക്കുക, വൈകുന്നേരം ഒരു ടേബിൾ സ്പൂൺ പംകിൻ സീഡ് കഴിക്കുക. ഇത് ഫസ്റ്റ് ഡേ ഓഫ് പീരീഡ്സ് തൊട്ടിട്ട് നെക്സ്റ്റ് 14 ഡേയ്സ് വരെ നമ്മൾ ഈ ഒരു സീഡ്സ് നമ്മൾ ഫോളോ ചെയ്യാം. പിന്നത്തെ 15th ഡേ തൊട്ടിട്ട് നെക്സ്റ്റ് 28th ഡേ വരെ നമ്മൾ രാവിലെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ സീഡ് കഴിക്കുക, വൈകുന്നേരം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ എള്ള് കഴിക്കുക. അപ്പം ഈ സീഡ്സ് സൈക്കിൾ നമ്മൾ കറക്റ്റായിട്ടൊരു റൊട്ടീൻ പോലെ നമ്മൾ 2-3 മാസം ഫോളോ ചെയ്യുമ്പോൾ നമ്മളെ പീരീഡ്സ് ഓട്ടോമാറ്റിക്കലി നാച്ചുറലി ഒരു റെഗുലർ ആയിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഇത് നല്ലൊരു മെത്തേഡാണ് നമുക്ക് PCOD റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുക, വർക്കൗട്ട് ഫോളോ ചെയ്യുക, ഈ സീഡ് സൈക്കിൾ നമ്മൾ ഫോളോ ചെയ്യുക. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന 2 സപ്ലിമെൻ്റാണ് വിറ്റാമിൻ ഡിയും ഒമേഗ 3യും. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ കോശങ്ങളിലോട്ടേക്ക് ഇൻസുലിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഈ കോശങ്ങളിലെ വീക്കം കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവാൻ തുടങ്ങി. അപ്പോൾ ഈ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി കാരണം കൊണ്ട് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലെയുള്ള ബുദ്ധിമുട്ട് വരാം. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറണമെങ്കിൽ നമ്മൾ വിറ്റാമിൻ ഡി നമ്മൾ സപ്ലിമെൻറ്റേഷൻ ആയിട്ട് കഴിക്കുക. അതുപോലെ ഒമേഗ 3 എന്ന് പറയുന്നതും ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെ വീക്കം കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ ഈ 2 സപ്ലിമെൻറ്റേഷൻ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് നമുക്ക് PCOD റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ PCOD റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുന്നത്. നന്നായിട്ട് ഭക്ഷണത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറക്കുക,
പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക, നല്ല ഫാറ്റ് നന്നായിട്ട് ഉൾപ്പെടുത്തുക. ഇതാണ് നമ്മൾ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, അതുപോലെ നമ്മൾ നന്നായിട്ടുള്ള ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനുള്ള വിറ്റാമിൻ ഡിയും omega-3 പോലുള്ള സപ്ലിമെൻ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ PCOD ഒരു മരുന്നും ഇല്ലാതെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.